സ്വാഗതം മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം മുത്തങ്ങ വനത്തിനുള്ളിലൂടെ ഫോറസ്റ്റുകാരുടെ വാഹനത്തിൽ ആനയും മാൻകൂട്ടങ്ങളെയും പരുന്തിനെയും കുരങ്ങനെയും കണ്ടുകൊണ്ടുള്ള യാത്ര പോയാലോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് മുത്തങ്ങയിലെ ഫോറസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്നാണ് നാം ടിക്കറ്റ് എടുക്കുന്നത്. ഈ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫോറസ്റ്റുകാരുടെ വാഹനത്തിൽ നമ്മൾ വനത്തിനുള്ളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനകളെ കണ്ട്, ആനക്കൂട്ടങ്ങളെ കണ്ട്, ഒറ്റയാനകളെ കണ്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. അതാ ഒരൊറ്റക്കൊമ്പൻ, തലയും വാലും ചെവിയും ഒക്കെ ആട്ടി. നമ്മൾ ഒരുപാട് ദൂരെയാണ്, ക്യാമറ സൂം ചെയ്തെടുത്താണ്. എന്താ അവൻ്റെ ഒരു ഭംഗി! അവൻ കളിക്കുകയാണെന്ന് തോന്നും. ഈ വീഡിയോ കണ്ടാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതും കഴിഞ്ഞ് നമ്മളങ്ങനെ കാട്ടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് ഒരു പരുന്തിനെ കാണുന്നത്. വാഹനത്തിലുള്ള ചിലർ പറഞ്ഞു ഇത് കൃഷ്ണപ്പരുന്താണ്, ചിലർ പറയുന്നു സാധാ പരുന്താണ്. ഏതായാലും നിങ്ങൾ തീരുമാനിക്കുക ഇത് ഏതാണ് പരുന്ത് എന്ന്. ഈ പരുന്തിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പരുന്ത് നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് തലയൊന്ന് മാത്രം അനക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയപ്പോൾ രണ്ട് നാടൻ മയിലുകൾ അവയുടെ ഇരകളെ തേടി നടക്കുകയാണ്. എന്തൊക്കെയോ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. അവയൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ടിങ്ങനെ ഫോറസ്റ്റിൻ്റെ വാഹനത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മയിലുകൾ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ കണ്ട മാനുണ്ട്. നമുക്കതിലൊന്നും വലിയ അത്ഭുതമല്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറേ ആളുകൾ വാഹനത്തിലുണ്ടായിരുന്നു. അവർക്കൊക്കെ വളരെ കൗതുകത്തോടു കൂടി ഈ മയിലുകളെ നോക്കിക്കാണുകയാണ്. തൊട്ടപ്പുറത്ത കരടിയുടെ കാൽപ്പാടുകളാണ്. ഫോറസ്റ്റ് ഡ്രൈവർ പറയുകയാണ് അങ്ങോട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ മുത്തങ്ങയിലെ വെടിവെപ്പ് നടന്ന സ്ഥലത്തൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരത്തിനിടയിലൂടെ വല്ലതും ഉണ്ടോ എന്ന് ചകഞ്ഞ് നോക്കുന്ന സമയത്താണ് മാൻകൂട്ടങ്ങളെ കാണുന്നത്. ഇത് നിങ്ങൾ രാവിലെ തന്നെ പോകണം, ഫസ്റ്റ് വണ്ടിക്ക് തന്നെ പോകണം. നിങ്ങൾ വയനാട് പോവുകയാണെങ്കിൽ ഒരു ദിവസം അവിടെ താമസിച്ച് ഫസ്റ്റ് രാവിലെ നേരത്തെ മുത്തങ്ങ ആ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലെത്തി ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് വണ്ടിക്ക് തന്നെ പോവുക. അപ്പോഴാണ് കാട്ടിനുള്ളിലെ മൃഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. മാൻകൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് മാൻകൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞു. വീണ്ടും യാത്ര തുടരുകയാണ്. അതാ ഒരു മരക്കൊമ്പത്ത് ഒരു കുരങ്ങൻ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. വാഹനത്തിലുള്ള ചിലർ പറയുന്നു സിംഹവാലൻ എന്നും, ചിലർ പറയുന്നു വേറെ ഏതൊക്കെ പേരുകളും. ഏതായാലും എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാനതിൻ്റെ വാലൊന്നും എടുക്കണമെന്ന് വിചാരിച്ച് കുറേ ശ്രമിച്ചു നോക്കി. പക്ഷെ അവൻ പുറകോട്ട് തിരിയുന്നില്ല. ഒരൊറ്റ ചാട്ട. പിന്നെ അവൻ്റെ കൂട്ടുകാരപ്പുറത്തേക്കുണ്ട്, അവരുടെ കൂട്ടത്തിലേക്ക്. നാം വീണ്ടും യാത്ര തുടരുകയാണ്.
അങ്ങനെ മുത്തങ്ങ വെടിവെപ്പ് നടന്ന സ്ഥലത്തുകൂടെ വീണ്ടും യാത്ര തുടരുമ്പോൾ അതാ വീണ്ടും മാൻകൂട്ടം. അവരുടെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാലും മൃഗങ്ങളെ കാണുക എന്നുള്ളത് നമുക്കൊരു ഭാഗ്യമാണ് കേട്ടോ. ആ ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. മാൻകൂട്ടങ്ങളെ മസനഗുഡിയിൽ പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു വലിയ വലിയ മാൻകൂട്ടങ്ങളാണ്. കേരളത്തിലും മാൻകൂട്ടങ്ങളെ അങ്ങനെ കണ്ടിട്ടില്ല. പറമ്പിക്കുളത്ത് പോയാലും കാണാം, നല്ല വലിയ മാൻകൂട്ടങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വയനാട് തന്നെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് രാത്രി മടങ്ങുന്ന വഴിയിലും തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും ഇതുപോലെ മാൻകൂട്ടങ്ങളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ റോഡിലിറങ്ങിയിരിക്കണേ മാൻകൂട്ടങ്ങളുടെ ഒരു പട എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാൻകൂട്ടങ്ങളെ കണ്ടുകൊണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് അടുത്ത വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്.